ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുകയാണ്. ഈ അടുത്ത ദിവസവും നമ്മൾ കണ്ടു, പകൽ വെളിച്ചത്തിലും രാത്രിയുടെ മറവിയിലും നടുറോട്ടിലേക്ക് യുവാക്കൾ കടന്നു വന്നിട്ട് ലഹരി ബാധിച്ച യുവാക്കൾ അവരുടെ ആരോഗ്യത്തെ ഗവൺമെന്റ് വാഹനങ്ങളുടെ ചില്ലുകൾ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് നിയമം നടപ്പാക്കേണ്ട നിയമപാലകരെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിൽപ്പനയും വിപണനവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാലയങ്ങൾ പോലും കേന്ദ്രീകരിച്ചാകുമ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾ എത്തപ്പെടുന്നുണ്ടോ എന്ന വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, രക്ഷിതാക്കൾ, എന്റെ ശബ്ദം ശ്രമിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 8 മണി 9 മണിയാകുമ്പോ പ്രിയപ്പെട്ട മക്കൾ പലപ്പോഴും കാണാറുണ്ട് വിഷമത്തോടെ ദുഃഖത്തോടെ കണ്ണു നിറഞ്ഞിട്ട് സൺഡേ എന്നറിയപ്പെടുന്ന ഞായറാഴ്ചകൾ, പൊതു അവധിയുടെ ദിനങ്ങളായ ഞായറാഴ്ചകളിൽ പോലും ട്യൂഷന്റെ പേര് പറഞ്ഞിട്ട് +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, 9 പഠിക്കുന്ന, 10 പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പ്രൈവറ്റ് വാഹനങ്ങളിൽ കയറിയിട്ട് അവർ പോകുന്നത് പാഠശാലയിലേക്കല്ല, ട്യൂഷൻ സെന്ററുകളിലേക്കല്ല, കടന്നു പോകുന്നത് പാർക്കുകളിലേക്കാണ്, ബീച്ചുകളിലേക്കാണ്. അവസാനം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ചാനലുകൾ വിളിച്ചു പറയുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14കാരി ഗർഭിണിയായി. ആരാണ് പ്രിയപ്പെട്ടവരെ ഉത്തരവാദി? ഞായറാഴ്ചകളിൽ പോലും നമ്മുടെ മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എവിടേക്കാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് വല്ലപ്പോഴും ഒക്കെ അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ പോയി എന്റെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ എന്താണെന്ന് അവിടുത്തെ ക്ലാസ് ടീച്ചറോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പോലും സമയമില്ലാതായി പോകുമ്പോഴാണ് അവർ സെക്സ് റാക്കറ്റുകൾ അടിമകളായി പോകുന്നത്, ലഹരിക്ക് അടിമയായി പോകുന്നത്. അത്തരം സംഭവങ്ങൾ സാക്ഷര കേരളത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുപോലും വർദ്ധിച്ചു വരുമ്പോ സെക്സ് മാഫിയകളിൽ നിന്നും, സെക്സ് റാക്കറ്റുകളിൽ നിന്നും, ലഹരി റാക്കറ്റുകളിൽ നിന്നും നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന അവബോധം നമുക്കുണ്ടാകണം. ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും വേണ്ടി അറിയപ്പെട്ട ജോലികൾ ചെയ്യാനും ഒക്കെ പ്രിയപ്പെട്ട മക്കളെ പഠനങ്ങൾക്ക് വേണ്ടി വിടണം. അത് വിടുന്നത് നല്ലത് തന്നെയാണ്. അവരുടെ ആത്മീയ ഭൗതിക വിജ്ഞാനങ്ങളിൽ അല്ലാഹു വലിയ ഉയർച്ചകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.